Hello, ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവുകയാണ്. And we are going to unbox the Polaroid POP instant print digital camera with a touch screen display. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മുടെ ഈ Polaroid POP instant print digital camera with touch screen displayയുടെ മേജർ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. ഇവിടെ വരുന്ന പ്രിന്റഡ് ഫോട്ടോസ് എല്ലാം 3.5 by 4.25 വിത്ത് എ പോളറോയിഡ് ബോർഡർ ഫോട്ടോസ് ആണ്. അത് കൂടാണ്ട് 3.97 ഇഞ്ച് വ്യൂ ഫൈൻഡർ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണുള്ളത്. അത് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം. ദെൻ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഫോട്ടോസ് വിത്ത് ഫിൽറ്റർ ബോർഡർ സ്റ്റിക്കേഴ്സ് ആൻഡ് മോർ എല്ലാം ഇതിൽ ഉണ്ട്. ഇതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് എല്ലാം 1080 പിക്സൽ ബാർ 720 പിക്സൽ HD വീഡിയോസ് നമുക്ക് ചെയ്യാം വിത്ത് വൈഫൈ കണക്ടിവിറ്റി ആൻഡ് ലോ ലൈറ്റ് പെർഫോമൻസ്. ഇമേജ് സ്റ്റെബിലൈസേഷൻ വളരെ നല്ലതാണ് ആൻഡ് ടൈമർ സെറ്റിംഗ് പോസിബിൾ ആണ്. ബിൽഡ് ഇൻ ഫ്ലാഷ് ലൈറ്റ് ആണ് ഇതിനുള്ളത്. ഡിജിറ്റൽ സൂം, ഫോട്ടോ ബൂത്ത് മോഡ്, മൈക്രോഫോൺ, സ്പീക്കേഴ്സ് എല്ലാം. Going more into the specification, ഇവരുടെ ഇമേജ് റെസൊല്യൂഷൻ ഉള്ളത് 20 മെഗാപിക്സൽ ആണ് ആൻഡ് വീഡിയോ റെസൊല്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1080 by 720 പിക്സൽ ആണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്നുള്ളത് ഇറ്റ്സ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രിന്റർ. മോസ്റ്റ് ഓഫ് ദ പോളറോയിഡ് ഫോട്ടോസ് ആർ ലൈക്ക് ദാറ്റ്. അതിൽ സിങ് സീറോ ഇങ്ക് ട്രേഡ് മാർക്ക്ഡ് ഒരു പ്രിന്റ് ടെക്നോളജിയാണ്. ഇറ്റ്സ് ഓൾസോ ഹാവിംഗ് ആൻ എക്സ്റ്റേണൽ മെമ്മറി വിച്ച് സപ്പോർട്ട് അപ് ടു 128 GB. നമുക്ക് ഇത് നേരെ അൺബോക്സ് ചെയ്തിട്ട് ഇതിനുള്ള എന്തൊക്കെയാണെന്നുള്ളത് നേരിട്ട് കാണാം. എൻ്റെ ഓരോ ഫീച്ചറായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അൺബോക്സ് ചെയ്യുമ്പോൾ ഈ ബോക്സ് തന്നെ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ചെറിയ പോളറോയിഡ് ക്യാം തന്നെയാണെന്ന് നമുക്ക് പറയാം. അതായത് കണ്ടൊരു പോളറോയിഡ് ക്യാമറയുടെ ഒരു പാക്കിംഗ്, അതിൽ നിന്ന് പിക്ചർ പോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ആക്ച്വലി ഹാൻഡിലാണ്. പക്ഷേ ഒരു പിക്ചർ പോപ്പ് ഔട്ട് ചെയ്യുന്ന രീതി പിക്ചർ പോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു ഏരിയ പോലെ തന്നെയാണ് നമുക്കത് കാണാൻ പറ്റുക. ആൻഡ് ഇതിൽ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 3.5 by 4.25 ഇഞ്ചസ് ആണ് നമ്മുടെ പിക്ചർ. അതിനൊരു പോളറോയിഡ് ബോർഡർ, ഒരു വിൻറ്റേജ് ടച്ചിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോളറോയിഡ് ബോർഡർ അതിനുണ്ട്. ദെൻ അതിൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇമേജ് സൈസ് ഡെഫിനറ്റ്ലി. ദെൻ നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ബോർഡർ, സ്റ്റിക്കേഴ്സ്, ഇമോജീസ്, ദെൻ ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് which will definitely add an artistic touch. നമ്മുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ആ ഒരു പിക്ചേഴ്സ് ഇത് ആക്ച്വലി അറിയാലോ, നമ്മുടെ ഒരു പേഴ്സണൽ സെൻറ്റിമെൻറ്റ്സിന് വേണ്ടി ദിസ് ഇസ് സച്ച് എ വണ്ടർഫുൾ ടൂളാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഏതൊരു മൊമെൻറ്റും ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്തെടുത്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ വളരെ നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൂടിയാണ് ഈ പോളറോയിഡ്. നമുക്ക് ഒരുപാട് മെമ്മറീസ് അങ്ങ് ക്യാപ്ചർ ചെയ്ത് വെച്ച് കീപ്പ് ചെയ്ത് വി കുഡ് ചെറിഷ് ഓൾ ദോസ് തിങ്സ്. ഇത് അങ്ങനത്തെ ഉള്ള ഒരു സിസ്റ്റത്തിന് വളരെ നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ. അറ്റ് ദ സെയിം ടൈം ഒരു പേഴ്സണലി ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹാൻഡി ആസ് വെൽ. ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൽ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. വി വിൽ ബി ഗോയിങ് ത്രൂ ദാറ്റ്. സോ now they are telling that it's included Polaroid camera and that tie, then ആ ഒരു കണക്ടിവിറ്റി വയറും അതിലുള്ളുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് അവരിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് ആപ്പ് ഏതാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തന്നിട്ട് ഞാനിത് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ പോളറോയിഡ് ക്യാമറയുടെ ആപ്പ്. ഓപ്പണിങ് ചെയ്തു വരുമ്പോൾ നമ്മൾ അതിൻ്റെ പെർമിഷൻസ് എല്ലാം കൊടുത്ത് നമുക്ക് ഇതിൽ തന്നെ ഇമേജസ് നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ഇത് നമുക്ക് ഇമേജസ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഇമേജ് കൊടുത്തിട്ട് യു ആർ ഹാവിങ് ഓപ്ഷൻസ് ഹിയർ. അത് നമുക്ക് പ്രിന്റ് ചെയ്ത് ഡയറക്റ്റ്ലി നമ്മൾ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ പ്രിന്റ് ദാറ്റ് വൺ ഈ ഒരു ഫോണിലേക്ക്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേറൊരു പ്രിൻ്ററിൻ്റെ ആവശ്യമില്ല. ഇതുമായിട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് പ്രിൻ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും. ദെൻ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ആപ്പിൽ യു ഹാവ് ഇനഫ് ഓപ്ഷൻ, ഡിഫറെൻറ്റ് കൊളാഷ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ലോട്ട്സ് ഓഫ് ഓപ്ഷൻ. നമ്മുടെ ഫോൺ ഗാലറി തന്നെയുള്ള പിക്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഫോട്ടോ എടുത്ത് അത് കണക്ട് ചെയ്ത് കണ്ടോ. ഇതാണ് ഇപ്പോൾ ഒരു ലൈവായിട്ട് ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി കമ്മിങ് ലൈക്ക് ദിസ്. ആ ഒരു പോളറോയിഡ് ടച്ച് അവിടെ ഉണ്ടാവും. ആൻഡ് പോളറോയിഡ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ
കാണാനും പറ്റുന്നുണ്ട്. HD എടുക്കാം, ഫ്ലാഷ് ലൈറ്റ് എടുക്കാം. Then options എടുത്ത് you can connect all those things. So we will go and unbox our camera right now. So ഇതാണ് ഞാൻ അൺബോക്സ് ചെയ്തത്. 3 സൈഡിലും നല്ല അടിപൊളിയായിട്ട് അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റിക്കർ ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. Okay, so first revealing that തിരുമുറ്റാണ് കേട്ടോ. വരുമോ? അപ്പം ഇത് സ്റ്റിക്കർ എല്ലാം നമ്മൾ ഇളക്കി ഇനി അത് എടുക്കുന്നു. Getting unboxed. വരുന്നത് അപ്പോൾ ഇവര് നോക്ക് ഫസ്റ്റ് തന്നെ ഇത് വേറൊന്നുമില്ല, അതിൻ്റെ ടോപ്പ് പോർഷൻ ആണ്. സ്പോഞ്ച് വെച്ച് നല്ലോണം ഒരു കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇതിൽ നിന്ന് ദിസ് ഈസ് അവർ പോളറോയിഡ്. ഓക്കെ, അപ്പോൾ പോളറോയിഡ് നമ്മുടെ കയ്യിലുണ്ട്, കാണാലോ അല്ലേ? ദിസ് ഈസ് അവർ പോളറോയിഡ്. പോളറോയിഡ് അൺബോക്സ് ചെയ്തത്. ബാക്കി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നോക്കാം. സോ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ we have that connectivity, USB connectivity ചാർജ് ചെയ്യാനുള്ള ഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. ആ ഒരു വയർ, ഓക്കെ, അതിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു വയർ നമുക്കുണ്ട്. ദെൻ ഇനി ഇതിൻ്റെ ഉള്ള ഒന്നുമില്ല കേട്ടോ, ഞാൻ മാറ്റി വയ്ക്കുകയാണ്. സോ നൗ ഇത് പോസിബിളി നമ്മുടെ മാനുവൽ ആകാനാണ് സാധ്യത. നോക്കാം. Yes, this is actually the manual. Okay, ഇതാണ് അതിൻ്റെ മാനുവൽ, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള മാനുവലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ പൊതുവേ നമ്മുടെ ആ ക്യാമറയുടെ പോളറോയിഡിൻ്റെ ആ ഒരു സിങ്ക് പേപ്പേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം അത് വാങ്ങാൻ. ജസ്റ്റ് എന്നാലും നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറ. ഇതാണ് ഇവിടെ ആയിരിക്കും നമ്മൾ കാണുക. സോ ദിസ് ഇസ് ആക്ച്വലി എ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. ദെൻ കണ്ടോ, നമുക്കത് ഓപ്പൺ ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ആക്ച്വലി അതിൻ്റെ സിങ്ക് പേപ്പേഴ്സ് ഉണ്ട്. അത് ഞാനിപ്പോൾ ഓർഡർ ഓൺ ദ വേ ആണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഞാൻ അടുത്തൊരു വീഡിയോ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യിക്കണം എന്നുള്ളതും കൂടെ ചെയ്തു തരാം. ദെൻ യു ഹാവ് മൈക്രോ USB പോർട്ടിൻ്റെ അതുണ്ട്. ദെൻ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു വയർ കണ്ടില്ലായിരുന്നു, ആ വയർ കയറ്റാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു ഹോൾ. സോ ഓക്കെ, നോക്കാം, സെറ്റായി. ദെൻ നമ്മളിത് കെയർഫുള്ളി ഇതിൻ്റെ ഉള്ളിൽ കൂടെ സെറ്റ് ചെയ്ത് കയറ്റുക. ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ആ പോളറോയിഡ് പോപ്പ് ക്യാമറ ഉണ്ടാവുക. ഓക്കെ, പോളറോയിഡ് പോപ്പ് ക്യാമറ ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് ഓൺ ആവുക. സോ ക്ലിക്ക് ചെയ്തു, ഐ തിങ്ക് യു ക്യാൻ സീ ദ സ്ക്രീൻ. ഇത് ഓണായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സെറ്റപ്പ് എല്ലാം ചെയ്യണം. കണ്ടിന്യൂ. ദെൻ ഫസ്റ്റത്തെ അത് ഞാൻ ഇംഗ്ലീഷാണ് കൊടുത്തത്. ഞാൻ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ ഇന്നത്തെ മന്ത് ജൂലൈ. So it's a touch screen. Okay, actually it's a touch screen. നമ്മൾ ടച്ച് ചെയ്യുന്നതനുസരിച്ച് മാറുന്നുണ്ട്. So July 7 and today's date is 29. Okay, then continue അടിച്ചു കൊടുത്തു. Now they are asking for the time and now the time is 3:08. PM. നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം.
അങ്ങനെ. സോ ആഫ്റ്റർ ടൈം നേരെ അവർ വരുന്നത് സെറ്റപ്പ് ആൻഡ് കംപ്ലീറ്റ് നമ്മുടെ they are welcoming us to this Polaroid camera. Welcome, let's go. So എങ്ങനെയാണ് ക്യാമറ എടുക്കേണ്ടത് അതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം അവർ ഇതിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കുള്ളത് ഈ നടുക്കുള്ളതാണ് ടച്ച് സ്ക്രീൻ അവർ പറയുന്നു. എന്തായാലും നമ്മൾ ഓൾറെഡി ആ ടച്ച് സ്ക്രീൻ ക്ലിക്ക് ചെയ്താണ് ഇത്രയും ചെയ്ത് എന്നിട്ട് അവരിപ്പോൾ നമ്മളോട് പറയുന്നു ഇറ്റ്സ് എ ടച്ച് സ്ക്രീൻ. ഓക്കെ, ദെൻ ദിസ് ഇസ് ദ ഷട്ടർ ബട്ടൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് വരും എന്നാണ് അവർ പറയുന്നത്. ആ ഒരു പോയിന്റിൽ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നിൽക്കുകയല്ല നമ്മൾ ടേൺ ഓഫ് ചെയ്യേണ്ടത്. ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സോ യു ക്യാൻ ആക്ച്വലി സീ ക്ലോസ്ലി ലുക്ക്. ഇവിടെ ഓഫ് എന്ന് എഴുതിയിട്ട് ഒരു പവർ ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ടച്ച് ബട്ടൺ ആണ്. ഒരു ബട്ടൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, ബട്ട് ടച്ച് സ്ക്രീനിൽ ഒരു ഓപ്ഷൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു കോർണറിൽ കാണാൻ പറ്റും. ദെൻ എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത് കണക്ടിവിറ്റി ഇതാ ഇവിടെ USB പോർട്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് നേരെ ചാർജും കൊടുക്കാം. ദെൻ നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടില്ലെങ്കിൽ എങ്ങനെ റീസെറ്റ് ചെയ്യാം, ഇത് റിമൂവ് ചെയ്തിട്ട് റീസെറ്റിംഗ് ഓപ്ഷൻ ഇവിടെയുണ്ട്. ആ റീസെറ്റിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വേണം നമ്മളത് കണക്ട് ചെയ്യാൻ, റീസെറ്റ് ചെയ്യാൻ. ദെൻ അത് വീണ്ടും നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് അവർ നമുക്ക് തരികയാണ്. എങ്ങനെയാണ് ഇത് നിൽക്കുക, എങ്ങനെയാണ് ഇത് കാണുക എന്നുള്ളത്. സോ ദേ ആർ ടെല്ലിംഗ് ദാറ്റ് ഇവിടെ ഹോൾഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് ദ നമ്പർ ഓഫ് പ്രിന്റ്സ് റിമൈനിങ്. അതായത് നമ്മൾ ആ ഒരു ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ എനിക്ക് കാണിക്കുന്നത് 10 പ്രിന്റ്സ് റിമൈനിങ് എന്നാണ്. ദെൻ സ്റ്റോറേജ് എത്ര വരെ നമുക്ക് പോസിബിൾ ആണെന്നുള്ളതാണ് പറയുന്നത്. ദെൻ വൈഫൈ സ്റ്റേറ്റസ്, വൈഫൈ കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. ബാറ്ററി ലൈഫ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ആ സ്ക്രീൻ ഉണ്ടാവുക. Then you can even zoom in there. We are going on to that. So we can change the camera mode on clicking here. There is a creative capturing option. Gallery, നമ്മുടെ ഗാലറി ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഗാലറി എന്ന സാധനം എടുക്കാം. ദെൻ മെനു ഓപ്ഷൻ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഫോണിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും ഈ സെയിം ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യുന്നത്. സോ നൗ ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി ലുക്കിംഗ് ലൈക്ക്. യു ക്യാൻ സീ മീ ദേർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ പോളറോയിഡ് ഓപ്ഷൻ. യു ക്യാൻ ആക്ച്വലി അഡ്ജസ്റ്റ് ഓൾ ദീസ് ഓപ്ഷൻസ്. സൂം ഇൻ ചെയ്യാം. ഓക്കെ, സൂം ഔട്ട്. എന്നെ കാണുന്നുണ്ടോ? ദെൻ ഈ ഡിഫറെൻറ്റ് ഓപ്ഷൻസിൽ നമുക്ക് ഈ ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ആ ഫിൽറ്റേഴ്സ് നോക്കുമ്പോൾ കണ്ടോ, യു ക്യാൻ ആഡ് ഫ്രെയിം, ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ളതുണ്ട്, സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ളതുണ്ട്, നമുക്ക് ഡ്രോ ചെയ്യാനുള്ളതുണ്ട്. അപ്പം എല്ലാ ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. കണ്ടോ, സ്റ്റിക്കേഴ്സ് ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. യു ക്യാൻ ആഡ് സ്റ്റിക്കേഴ്സ് ഓൺ ടു ദാറ്റ്. ആക്ച്വലി ഡിഫറെൻറ്റ് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ഫ്രെയിംസ് ആഡ് ചെയ്യണമെങ്കിൽ ഫ്രെയിംസ് ആഡ് ചെയ്യാം. ഇവിടെ ഫ്രെയിംസ് എല്ലാം കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ ക്യാൻ ആക്ച്വലി സീ ഡിഫറെൻറ്റ് ഫ്രെയിം. കണ്ടോ, ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ ആ ഫ്രെയിം ആയിട്ട് പോകും. അപ്പം നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്ലൈൻ ഇതേപോലെ തന്നെയാണ്. ആ ഒരു പോളറോയിഡ് ടച്ച് ഉണ്ടാവും, ബട്ട് യു ക്യാൻ മേക്ക് ഇറ്റ് മോർ ആർട്ടിസ്റ്റിക് ബൈ അഡ്ജസ്റ്റിംഗ് ഓൾ ദീസ് തിങ്സ്. സോ ഫ്രെയിംസ്, ഡിഫറെൻറ്റ് ഇമേജസ് വൺ ഓവർ ദി അതർ നമുക്ക് ആഡ് ചെയ്തെല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ഫ്രെയിംസ് പോസിബിൾ ആണ്, ഡിഫറെൻറ്റ് സ്റ്റിക്കേഴ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. സോ ദിസ് ഈസ് ഓൾമോസ്റ്റ് ദി ഔട്ട്ലൈൻ അബൌട്ട് അവർ ക്യാമറ. സോ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ, MP ഓഫ് ദ ക്യാമറ നമുക്ക് മാറ്റാം. 5 MP തൊട്ട് കണ്ടോ, ഇവിടെ 5 MP തൊട്ട് 20 MP വരെ ഉള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു ക്യാമറയിലുള്ളത്. ഇപ്പോൾ 20 MP ക്യാമറ ക്വാളിറ്റി, 5 MP camera quality. Then you have a timer option here. Then there is a flashlight. Okay, so if you are having a flashlight, ഓക്കെ, അതാണ് ആ ഫ്ലാഷ് ലൈറ്റ് വന്നത്. now ഇതിൽ ബാറ്ററി ലോ ആണെന്ന് കാണിക്കുന്ന എനിക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിപ്പം ഓൾമോസ്റ്റ്ലി വന്നതിന് ഞാൻ ആ ഒരു ഫ്രെയിം കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് now I haven't connected that frame. ഓക്കെ, ആ സിങ്ക് പേപ്പർ ഫ്രെയിം ഉദ്ദേശിച്ച ആ സിങ്ക് പേപ്പേഴ്സ് ആണ്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അത് വരിക. സോ അത് ഞാൻ റീച്ച് ആയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും. സോ ദിസ് ഈസ് ആക്ച്വലി ദി ഔട്ട്ലൈൻ ഓഫ് അവർ. സോ ഇവിടെ കണ്ടോ, നമുക്ക് ജിഫ് ഇമേജ് ജിഫ് ഓപ്ഷൻ ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ ജിഫ് ഓപ്ഷൻ അല്ലെങ്കിൽ
ഡയറക്ട്ലി വീഡിയോ ഓപ്ഷൻ ആണെങ്കിൽ അപ്പോൾ ഈ ക്യാമറ ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് മോഡ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ 3 മോഡാണുള്ളത്. നമ്മുടെ സ്റ്റിൽ ക്യാമറ മോഡ് ഇപ്പോൾ ഉള്ളതാണ് സ്റ്റിൽ ക്യാമറ മോഡ്. സ്റ്റിൽ ക്യാമറ മോഡിൽ ആ ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൗ ഇപ്പോൾ ഉള്ളത് എന്താണ്, ജിഫ് മോഡാണ്. ദെൻ തേർഡ് വൺ വീണ്ടും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വീഡിയോ മോഡ്. സോ നമുക്ക് ആ ഒരു രീതിയിൽ ഏത് മോഡ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ പിക്സൽ റേറ്റും ഇവിടെ പിക്സൽ ഏതും നേരത്തെ പോലെ എല്ലാ സെറ്റിംഗ്സും വരും. നമുക്ക് ആ പിക്സൽ റേറ്റ്സ് എല്ലാം അതേപോലെ ചേഞ്ച് ചെയ്യാം. സോ ദിസ് ഇസ് ആക്ച്വലി എ ഹാൻഡി ക്യാമറ. റൗണ്ട് അബൌട്ട് ഒരു 300 to 400 മേ ബി 450 grams ആയിരിക്കും അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടാവുക. അത് ഐ മീൻ ഹാൻഡിയാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇവിടെ പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്യാൻ, വൈഫൈ കണക്ടിവിറ്റി, ദെൻ പ്രിന്റർ കണക്ടിവിറ്റി. ബ്ലൂടൂത്ത് പ്രിന്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് പ്രിന്റ് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ആ സിം പേപ്പേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും. ദെൻ പവർ, ലാംഗ്വേജ്, ഡേറ്റ്, ടൈം, ബ്രൈറ്റ്നസ്, a lot of option it's having, and you can go with the support system as well. Okay, so this is all about our Polaroid camera. Then turn off ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, turn off ചെയ്ത് ഇവിടെ കണ്ടോ ഓഫ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഓഫ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ you can actually get the question whether you actually want to turn off the camera. So I'm telling yes, and it got turned on. So this is all about our Polaroid camera. ഇതിൻ്റെ further updates ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. So thank you, bye bye. And if you're watching this channel for the first time, never hesitate to subscribe. Just subscribe, hit the bell icon and hit the like button as well. Bye bye, see you.